കോൺഗ്രസ് നേതാക്കൾക്ക് നേരെ വീണ്ടും ചോദ്യങ്ങളുമായി ഇറങ്ങിയിരിക്കുകയാണ് മാധ്യമങ്ങൾ. രാഹുൽ വിഷയത്തിൽ മാധ്യമങ്ങളുടെ ശ്രദ്ധ വീണ്ടും കേന്ദ്രീകരിച്ചതോടെ കോൺഗ്രസ് നേതൃത്വം ചോദ്യമുനയിലാണ്. കോൺഗ്രസ് നേതാക്കളെ കണ്ടാൽ രാഹുൽ വിഷയത്തിൽ പ്രതികരണം തേടുക എന്ന ഒരേ ഒരു കാര്യമാണ് മാധ്യമങ്ങൾ ചെയ്യുന്നത്. എന്നാൽ മാധ്യമങ്ങളുടെ സകല കുത്തിത്തിരിപ്പൻ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി നൽകി ശ്രദ്ധേയനാവുകയാണ് മുരളീധരൻ. വിഷയം ചൂണ്ടിക്കാട്ടി നേതാക്കളെ കൊത്തിപ്പറിക്കാതെ മാധ്യമപ്പടകൾക്ക് സമാധാനം കിട്ടില്ല എന്ന അവസ്ഥയാണ് നിലവിൽ. ഈ വിഷയത്തിൽ കൂടുതൽ സംസാരിക്കാനില്ലെന്ന് പറഞ്ഞിട്ടും ചോദ്യങ്ങൾ തുടർന്നതോടെ മുരളീധരൻ മാധ്യമങ്ങൾക്ക് കുറുക്കിക്കൊള്ളുന്ന മറുപടി നൽകി. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയം തനിക്ക് പറയേണ്ട കാര്യമില്ല എന്ന് വ്യക്തമാക്കിയ അദ്ദേഹം വിഷയത്തിൽ പാർട്ടി സ്വീകരിക്കുന്ന നിലപാട് അറിയിക്കുകയും ചെയ്തു. സർക്കാർ ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമെടുത്താലും കൂടുതൽ നടപടികളിലേക്ക് പാർട്ടിയും കടക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത്. പാർട്ടി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് KPCC പ്രസിഡന്റ് ആണെന്നും നടപടിയെടുക്കേണ്ടത് ഗവൺമെന്റ് ആണെന്നും മുരളീധരൻ ഓർമ്മിപ്പിച്ചു. ഈ വിഷയത്തിൽ കോൺഗ്രസ് വ്യക്തമായ നിലപാടെടുത്തിട്ടുണ്ട്. സർക്കാർ തലത്തിലുള്ള നടപടികൾക്ക് പുറമെ പാർട്ടി തലത്തിലും ആവശ്യമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് മുരളീധരൻ ഉറപ്പിച്ചു പറഞ്ഞത്. മുരളീധരന്റെ പ്രതികരണം കൂടി വാർത്തയോടൊപ്പം ചേർക്കുന്നു. അതെനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം എനിക്ക് പറയേണ്ട ആവശ്യമില്ല. ഗവൺമെന്റ് ആണ് ആക്ഷൻ എടുക്കേണ്ട. ഗവൺമെന്റ് ആണ് ആക്ഷൻ എടുക്കേണ്ടത്. ഏതാണ് പെൺകുട്ടി ആർക്കും അറിയില്ല. അതുകൊണ്ട് പാർട്ടി അതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. പാർട്ടി പറയുന്നത് സർക്കാർ എന്ത് തീരുമാനം ഇക്കാര്യത്തിൽ എടുത്താലും ആ കാര്യത്തിൽ ഏത് ആക്ഷൻ എടുത്താലും കൂടുതൽ നടപടികളിലേക്ക് പാർട്ടി പോകും. ഇപ്പോൾ അതിന്റെ ഒരു സാഹചര്യം ഉണ്ടാക്കേണ്ടത് ഞങ്ങളല്ല, ഗവൺമെന്റാണ്. രാഹുൽ എന്തുകൊണ്ടാണ് ഇത് ഏതാണ് പെൺകുട്ടി അത് രാഹുലിനോട് ചോദിക്കണം. രാഹുൽ അതിന് മറുപടി പറയുന്നില്ല. അതിന് ബാധ്യത കോൺഗ്രസിനില്ലേ? ഞങ്ങൾ ആരും ന്യായീകരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, അതല്ലാതെ ആരെങ്കിലും എവിടെ നിന്നും പറഞ്ഞാൽ അതിനൊന്നും പാർട്ടി മറുപടി പറയേണ്ട ആവശ്യമില്ല. പാർട്ടി കാര്യങ്ങൾ KPCC പ്രസിഡന്റ് തീരുമാനിക്കും. നടപടി എടുക്കേണ്ടത് സർക്കാരുമാണ്. രണ്ടും അതിന്റെ ഒഴുക്കി നടക്കും. അല്ല, അതൊക്കെ പാർട്ടിയുടെ കാര്യങ്ങളാണ്. പാർട്ടിയുടെ കാര്യങ്ങൾ പാർട്ടിക്ക് നടത്താനുള്ള കഴിവ് കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. അതിന് ആരുടെ ഔദാര്യത്തിന്റെ ആവശ്യമില്ല. ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണം നേരിടുന്ന ഒരു വ്യക്തി, ആ വ്യക്തി ഇങ്ങനെയുള്ള സദസ്സുകളിൽ എത്തരുത് എന്നുള്ളത് എന്തുകൊണ്ടാണ് പാർട്ടി പറയാൻ മടിക്കുന്നത്? അത് അതിനെ സംബന്ധിച്ച് അങ്ങനെ വല്ല പരാതിയും വന്നാൽ പാർട്ടി കാര്യത്തിൽ നടപടി സ്വീകരിക്കും. അത് KPCC പ്രസിഡന്റ് അറിയിക്കേണ്ടവർ അറിയിക്കും. ഇപ്പോൾ ഈ പുറത്തു വന്നിട്ടുള്ള പരാതി അത് ഗൗരവകരമാണ് എന്ന് അങ്ങ് ചിന്തിക്കുന്നുണ്ടോ? ഇപ്പോൾ ഈ പുറത്തു വന്നിട്ടുള്ള ഈ ഓഡിയോ ക്ലിപ്പ്, അതുമായി ബന്ധപ്പെട്ടുള്ള ചാറ്റുകൾ, ഇതൊക്കെ ഗുരുതരമായ ഒരു വിഷയമാണ് എന്നുള്ളത് അങ്ങ് ചിന്തിക്കും? ഞാൻ പറയുന്നത് ആക്ഷൻ വന്നാൽ തുടർ നടപടികൾ സ്വീകരിക്കും. അതിന്റെ ആക്ഷൻ വരട്ടെ, അത് ഗവൺമെന്റ് എടുക്കട്ടെ. പിന്നെ ഇലക്ഷന് വേണ്ടി മാത്രമുള്ള അഭ്യാസങ്ങളാവരുത്. കുറ്റം ചെയ്താൽ ശിക്ഷ അനുഭവിക്കണം. അത് ആരാണെങ്കിലും X or Y എന്ന് ഞാൻ പറയുന്നില്ല. അത് ഗവൺമെന്റ് ആണ് ആക്ഷൻ എടുക്കുന്നത്. ഇതിൽ ഈ ജനങ്ങൾ എന്താണ് കരുതേണ്ടത്? കാരണം സസ്പെൻഡ് ചെയ്തു എന്ന് പാർട്ടി പറയുന്നു. പക്ഷേ സസ്പെൻഡ് ചെയ്ത വ്യക്തി ഇലക്ഷൻ അടക്കം പ്രചരണത്തിന് മുന്നിൽ നിന്ന് നയിക്കുന്നു. അപ്പോൾ എന്താണ് ജനങ്ങൾ കരുതേണ്ടത്? എത്ര നാളാണ് സസ്പെൻഷൻ എന്ന് പോലും പാർട്ടി വ്യക്തമാക്കുന്നില്ല. അത് കൂടുതൽ തെളിവുകൾ ലഭിച്ച് മറ്റേ ആക്ഷനിലേക്ക് പോകുമ്പോൾ സസ്പെൻഷൻ പുറത്താക്കലാവും. പക്ഷെ ഇപ്പോൾ അതിന് തക്കവണ്ണം ഒരു ആക്ഷൻ ഗവൺമെന്റ് പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ഇതുവരെയായിട്ടൊന്നും നടന്നിട്ടില്ല. കാരണം തിരിച്ചെടുക്കേണ്ട KPCC പ്രസിഡന്റാണ്. ഇതുവരെ അങ്ങനത്തെ ഒരു നടപടികളിലേക്കും പോയിട്ടില്ല. പിന്നെ പാർട്ടി സ്ഥാനാർത്ഥിക്ക് വേണ്ടി ആർക്ക് വേണമെങ്കിലും പ്രചരണം നടത്താം. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ കോൺഗ്രസിന്റെ ഒരു ഔദ്യോഗിക വേദിയിലും പാർട്ടി പങ്കെടുപ്പിച്ചിട്ടില്ല. KPCC പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് ന്യായീകരിക്കാതിരിക്കുമ്പോൾ പാലക്കാട് DCC അധ്യക്ഷൻ ഉൾപ്പെടെ ഞാൻ കോൺഗ്രസിന്റെ സുപ്രീം KPCC പ്രസിഡന്റാണ്. അദ്ദേഹമോ പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ AICC ജനറൽ സെക്രട്ടറിമാരോ പറയാത്തൊരു കാര്യം മറ്റാരെങ്കിലും പറഞ്ഞാൽ അതിന്റെ ഒരു ഉത്തരവാദിത്വം പാർട്ടിക്കില്ല. അതായത് അങ്ങനെ പുകമറ കാണിച്ച് ഇലക്ഷൻ ജയിക്കാന്ന് ഇടതുപക്ഷോ BJPയോ കരുതണ്ട. പാലത്തായി കേസിൽ ഒരു പീഡിപ്പിക്കപ്പെട്ട ആ പെൺകുട്ടിയെ ദ്രോഹിച്ച അധ്യാപകനെ പുറത്താക്കിയപ്പോൾ അധ്യാപകന് വേണ്ടി RSS ഭാഷയിൽ സംസാരിച്ച മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാടല്ല കോൺഗ്രസിനുള്ളത്. തെറ്റാര് ചെയ്താലും അവർ ശിക്ഷിക്കപ്പെടും.